9 ദിവസത്തിനു ശേഷം ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ നിന്ന് മലയാളി കന്യാസ്ത്രീകൾ മോചിതരായി. രാവിലെ ബിലാസ്പൂരിലെ NIA കോടതിയാണ് സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കും ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് സംശയത്തിന്റെ പുറത്താണ് ജാമ്യ ഉത്തരവിൽ പറയുന്നു. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം NIA അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 2 ആഴ്ചയൊരിക്കൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനോ പരസ്യ പ്രസ്താവനകളോ പാടില്ല എന്നും ഉപാധിയുണ്ട്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും LDF UDF ജനപ്രതിനിധികളും രാവിലെ മുതൽ ദുർഗ് ജയിലിന് മുന്നിൽ തുടരുകയായിരുന്നു. ഇരുവരും പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സ്ഥലത്തെത്തി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, സിസ്റ്റേഴ്സ് ഇപ്പോൾ കോൺവെന്റിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ കോൺവെന്റിൽ തന്നെ, ഛത്തീസ്ഗഡിൽ തന്നെ അവർ തുടരുകയാണോ അവരുടെ പദ്ധതി? അവിടെ നിന്നും എന്താണ് പുതിയ വിവരം? അല്പസമയം മുമ്പാണ് ദുർഗിലെ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായത്. അവരെ ഇപ്പോൾ സമീപത്തെ മഠത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ എങ്ങോട്ടാണ് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സഭാ നേതൃത്വമായിരിക്കും ഒരു തീരുമാനം എടുക്കുക. അത് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കുമെന്ന് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കർശന ഉപാധികളോടുകൂടിയാണ് കന്യാസ്ത്രീകൾക്ക് ഇന്ന് ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ ഹാജരാക്കണം. NIA ഓഫീസർക്ക് കൃത്യമായി എവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ 2 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നൊരു കൂടി ഉപാധി ഇപ്പോൾ കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അത് കന്യാസ്ത്രീകൾക്ക് ബലം നൽകുന്നതാണ്. കാരണം സംശയത്തിന്റെ പേരിലാണ് കേസെടുത്തത്. കൃത്യമായി പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ബജരംഗദൾ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് പെൺകുട്ടികൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോയിരുന്ന മാതാപിതാക്കളുടെ സത്യവാങ്മൂലവും ഇന്ന് കോടതിയിൽ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ സംശയത്തിന്റെ പുറത്തെടുത്ത കേസ്, കന്യാസ്ത്രീകൾക്കെതിരെ തെളിവില്ലാത്തൊരു കേസ്, അപ്പോൾ അവർക്കെതിരെ ഉള്ള കേസ് റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ സഭാ നേതൃത്വവും മുന്നോട്ട് വച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നത് NIA എടുത്ത കേസാണ്. ഗുരുതര പ്രത്യാഘാതങ്ങളുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിരപരാധിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പക്ഷേ എന്തിനാണ് ഈ കേസ് ഇനിയും തുടരുന്നത് എന്ന ചോദ്യമാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിനെ ചോദ്യം ചെയ്യാൻ തന്നെ കന്യാസ്ത്രീകളുടെ സഭയും അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പാർട്ടി MPമാരടക്കം തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസിനെ ചോദ്യം ചെയ്ത് ഒരുപക്ഷെ കന്യാസ്ത്രീകൾ ഹർജികൾ സമർപ്പിച്ചും കൃത്യമായി അനധികൃതമായി എടുത്ത കേസാണ്. കാരണം തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കുറെ ബജരംഗദൾ പ്രവർത്തകർ വന്ന് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണ്, നിങ്ങൾ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണ്, മനുഷ്യക്കടത്ത് നടത്തുന്നവരാണെന്ന് ആരോപിക്കുന്നു. പിന്നാലെ പോലീസ്, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള റെയിൽവേ പോലീസാണ് ആദ്യം കേസെടുക്കുന്നത്. പിന്നാലെ പോലീസ് അത് ഏറ്റെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി യാതൊരുവിധ തെളിവുകളുമില്ലാതെ നിങ്ങൾക്കെതിരെ കേസെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരെ ഇത്തരത്തിൽ തെളിവുകളില്ലാത്തതിന്റെ അഭാവത്തിൽ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതെന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെ ബജരംഗദൾ ഇത്തരത്തിൽ പ്രവർത്തകർക്കെതിരെ പെൺകുട്ടികൾ നൽകിയ പരാതി കൂടിയുണ്ട്. കാരണം ഇന്നാണ് നാരായൺപൂർ കോടതിയിൽ പെൺകുട്ടികൾ പരാതി നൽകിയത്. ബജരംഗദൾ നേതാവായ ജ്യോതി ശർമ്മ നിർബന്ധിച്ച്, മർദ്ദിച്ച്, അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു മൊഴി നൽകാൻ നിർബന്ധിച്ചതെന്നാണ് പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തുവെന്ന് തന്നെ ഈ പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. നാരായൺപൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ജ്യോതി ശർമ്മയ്ക്ക് പുറമെ മറ്റ് 25 തിരിച്ചറിയുന്ന 25 ബജരംഗദൾ പ്രവർത്തകർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ബജരംഗദൾ വലിയ പ്രതിരോധത്തിൽ പോകുമ്പോഴും സംസ്ഥാനത്തെ BJP നേതൃത്വം ഇപ്പോഴും ഈ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നതിനെ അനുകൂലിക്കുന്നില്ല. കാരണം അവർ ഇപ്പോഴും വ്യക്തമാക്കി. കാരണം ഇന്ന് 10:30 അവർ ചൂണ്ടിക്കാണിച്ചൊരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു, മതപരിവർത്തനം നടത്തുന്നവരെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. അപ്പോൾ പങ്കുവച്ചൊരു ചിത്രമെന്ന് പറയുന്നത് കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ കയറുകൊണ്ട് ഇത്തരത്തിൽ ആ പെൺകുട്ടികളെ കെട്ടിവലിക്കുന്ന ചിത്രം. അവരുടെ കാൽക്കൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കിടക്കുന്നു. അപ്പോൾ കന്യാസ്ത്രീകളെ വീണ്ടും അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് BJP നേതൃത്വം പോകുന്നത്. അപ്പോൾ ഈ കേസ് റദ്ദാക്കുന്ന നടപടികളിലേക്കെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തുടരാൻ പോകുന്നത്.
പോകുന്നത്. എന്തായാലും ഈ ആവശ്യം ശക്തമാക്കാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. UDF, LDF എംപിമാർ ഇന്ന് ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു, BJP നേതാക്കളുണ്ടായിരുന്നു. എന്തായാലും ഈ ആവശ്യം പാർലമെന്റിന് പുറത്തും ഉയർത്തുവാൻ തന്നെ ഇന്ത്യ സഖ്യം നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം തുടരും. കാരണം ഛത്തീസ്ഗഡിൽ ഒരു ആദ്യ സംഭവമല്ല, മുൻപും ക്രൈസ്തവർക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പള്ളികൾ അടിച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവർ വലിയ രീതിയിൽ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ സംഘപരിവാർ സംഘടനകളായിരുന്നു. ബജറംഗ് ദൾ പ്രധാനമായും ഇതിന് പിന്നിലെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബജറംഗ് ദൾ തന്നെയാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ വ്യക്തമാക്കി. എന്തായാലും ഇനി കന്യാസ്ത്രീകളുടെ മുന്നിലുള്ളത് നിയമ നടപടികളാണ്. അതുപോലെ തന്നെ കൃത്യമായി കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്ത് വരുന്നു. എന്തായാലും BJP പ്രതിരോധത്തിലാക്കിക്കൊണ്ട് BJP ഛത്തീസ്ഗഡ് എടുത്ത നിലപാട്, കാരണം വലിയ അവകാശവാദങ്ങളായിരുന്നു കേരളത്തിലെ BJP നേതാക്കൾ ഇന്ന് ഈ ജയിൽ പരിസരത്തെത്തി ഉയർത്തിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അനൂപ് ആന്റണിയൊക്കെ എപ്രകാരമാണ് ഈ കന്യാസ്ത്രീകളുടെ സഹോദരങ്ങളെ ആലിംഗനം ചെയ്തതും അതുപോലെ തന്നെ ഈ വിധി വന്നതിന് ശേഷം അവരെ കെട്ടിപ്പിടിച്ചതും എല്ലാമെന്ന്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ, കാരണം സംസ്ഥാന ഛത്തീസ്ഗഡ് സർക്കാർ ഇതുവരെ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്ന വാദം അംഗീകരിച്ചിട്ടില്ല. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. കാരണം പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ ഇന്നലെയും ഈ കേസിനെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് തന്നെയാണ് നിലപാടെടുത്തത്. സെഷൻസ് കോടതിയിലെ ഗുരുതരമായ എതിർപ്പ് ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് തുടർന്നു. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഉറപ്പു നൽകിയതാണ് ഇത്തരത്തിലൊരു എതിർപ്പ് ഉണ്ടാകില്ല എന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി കേസിന്റെ മുന്നോട്ട് പോകുക? കേസ് റദ്ദാക്കുമോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ നിരപരാധികളായി പ്രഖ്യാപിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയും അതുപോലെ തന്നെ മറ്റു ഉയർന്ന കോടതികളെ അടക്കം സമീപിച്ച് കേസ് റദ്ദാക്കാനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. എന്തായാലും NIA കോടതി ഇപ്പോൾ താൽക്കാലികമായി ജാമ്യം നൽകിയിരിക്കുന്നു. ഉപാധികളുണ്ട്, കർശന ഉപാധികളാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ NIA അന്വേഷണ ഉദ്യോഗസ്ഥർ എവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എവിടെ താമസിക്കുന്നു ആ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ എത്തി ഒപ്പ് വയ്ക്കണം. അതുപോലെ തന്നെ രാജ്യം വിട്ടു പോകണമെങ്കിൽ NIA കോടതിയുടെ അനുമതി വേണം തുടങ്ങിയ നിർണായകമായ ഉപാധികളുണ്ട്. അപ്പോൾ കന്യാസ്ത്രീകളുടെ കേസ്, കാരണം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അപ്പോൾ കന്യാസ്ത്രീകൾ ഇപ്പോൾ ഈ ജയിൽ മോചിതരായെങ്കിലും അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഛത്തീസ്ഗഡിൽ ഈ കേസാണ്, ഛത്തീസ്ഗഡിൽ എടുത്ത കേസാണ്. അപ്പോൾ തുടരന്വേഷണം ഉണ്ടെങ്കിൽ ഛത്തീസ്ഗഡിൽ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. അപ്പോൾ വലിയ പ്രതിസന്ധി തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതെല്ലാം ഒഴിവാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അജി, ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നിയമ പോരാട്ടത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. ഏതായാലും കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗിലെ മഠത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സഭയുമായി, സഭാ നേതൃത്വവുമായി ആലോചിച്ചതിന് ശേഷം ഇനി എങ്ങോട്ടാണ് നിൽക്കേണ്ടത്, അവിടെ തന്നെ ദുർഗിൽ തന്നെ തുടരുകയാണോ അതോ അതവരുടെ മദർ ഹൗസായ കേരളത്തിലേക്ക് മടങ്ങുകയാണോ എന്ന അടക്കങ്ങളൊക്കെ തന്നെ സഭാ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഏതായാലും ഛത്തീസ്ഗഡിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു PR അരവിന്ദ്.